അൻതൽ ഹഖ്. അതേ വാചകം അഹം അന അന ഞാൻ, ഹഖ് ഞാനാണ് ദൈവം, അൻത നീയാണ്. അപ്പൊ ഞാനോ തത്വമസി നീയും അത് തന്നെ. അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനും ദൈവം നീയും ദൈവം. ഇതാണ് സന്നവസ്ഥയിലെ ചിന്ത. ഗൗഡപാദൻ, അദ്വൈത ദർശനത്തിന്റെ ആചാര്യനായ ഗൗഡപാദൻ, ആ ഗൗഡപാദന്റെ ശിഷ്യനായ ശങ്കരാചാര്യർ, എനിക്ക് ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടായത് പഠിച്ചു വന്നപ്പോ. എന്താ കൺഫ്യൂഷൻ? ഒന്ന്, ശങ്കരാചാര്യരെ കുറിച്ച് പോലും അഭിപ്രായമില്ല. കൊച്ചിയിലെ കുമ്പള ഗ്രാമത്തിൽ ജനിച്ച ശങ്കരാചാര്യർ, അതാണത്രേ ഒറിജിനൽ ശങ്കരാചാര്യർ എന്ന് ചരിത്ര പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് പറയുന്നു. 85 കൊല്ലം അദ്ദേഹം ജീവിച്ചു എന്ന് പറയുന്നു. എന്നാൽ കാലടിയിലെ ശങ്കരാചാര്യരോ 32 കൊല്ലം ജീവിച്ചു എന്ന് പറയുന്നു. ചരിത്രത്തിലെ വലിയ വൈരുദ്ധ്യങ്ങളാണ്. ഒരു വ്യക്തിയെ കുറിച്ച് പോലും നിരൂപിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥാവിശേഷങ്ങൾ. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ സൂഫികൾ പറഞ്ഞ എന്താണ്? ഞാൻ ദൈവം നീയും ദൈവം. ഞാൻ ആ വിഷയത്തെ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു വിഷയങ്ങളിൽ ഒന്നാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ക്രിസ്തുമത തത്വപ്രകാരം ഫിലെ, ലോകപ്രസിദ്ധനായ അമേരിക്കൻ ക്രൈസ്തവ പണ്ഡിതനാണ് ഫിലെ പറയുന്നത് ക്രൈസ്തവ വിശ്വാസം ട്രിനിറ്റി അതെന്താന്ന് സത്യത്തിൽ എനിക്കൊന്നു വരെ മനസ്സിലായിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ പണ്ഡിതനാട്ടോ, ശ്രദ്ധിക്കണേ. അയാൾ പറയാണ് ഈ ട്രിനിറ്റി എന്താന്ന് സത്യം പറഞ്ഞ എന്നോടൊരാൾ ചോദിച്ചാൽ ഓനെ തൃപ്തിപ്പെടുത്തി വിശദീകരിക്കാൻ ഞാൻ ആളല്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തുമതത്തിന്റെ വിശ്വാസം ട്രിനിറ്റി ആകുന്ന കാലത്തോളം എന്റെ വിശ്വാസം അതായിരിക്കും. എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ കുടുങ്ങിക്കാനൊന്നും പറയാൻ കഴിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്രിസ്തീയ പണ്ഡിതന്റെ അവസ്ഥ വിശേഷമായി പറയണേ. ഇനി നിങ്ങൾ ചിന്തിക്ക്, ഞാൻ ശങ്കര ദർശനം പഠിച്ചപ്പോ അത് എഴുതിയവർക്കും അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടില്ല, അത് വിശദീകരിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയണില്ല. പലപ്പോഴും പറയാറില്ല എന്താ? ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപര. ബ്രഹ്മം സത്യമാണ്, ജഗത് മിഥ്യയാണ്, ജീവോ ബ്രഹ്മൈവനാപര. കണ്ടോ, വൈരുദ്ധ്യമാണ് അത് തന്നെ. എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ജഗത് മിഥ്യയാണെന്ന് ആണോ? ഈ പ്രപഞ്ചം മിഥ്യയാണ് ആണോ? നമുക്ക് ആർക്ക് ഇപ്പൊ ചുഴലിക്കാറ്റുണ്ട്, മിഥ്യ ഉണ്ടായ ഒരു ലോകത്തൊരു മിഥ്യാ സംഭവം ആരെങ്കിലും പറയോ? അപ്പൊ കൊല്ലപ്പെട്ടവരോ, ഓലെ കണക്കോ, ഓലെ കാര്യങ്ങളോ ആലോചിച്ചു നോക്കണം. ഞാനും നിങ്ങളെ ദൈവം എന്ന് പറയും, ശരിയല്ല വിശ്വാസം. ഋഗ്വേദം, സാമവേദം, മദർവവേദം, യജുർവേദം അത് പരിശോധിച്ചാൽ അങ്ങനെ ഒരു ആശയം കിട്ടില്ല. പിന്നെ ദുർവ്യാഖ്യാനിക്കണം. ഏതുപോലെ? മൊയ്തീൻ മാല പോലെ, മൊയ്തീൻ ഷെയ്ഖിനെ ദൈവമായി അവതരിപ്പിച്ച പോലെ സൂഫികൾ ഞാനും നിങ്ങളും ഒക്കെ ദൈവാന്ന് പറഞ്ഞ സൂഫി ത്വരീഖത്തുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഉണ്ടായ കാശ്മീർ റിക്രൂട്ട്മെന്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ത്വരീഖത്ത്, ആ ത്വരീഖത്തിൽ പഠിപ്പിക്കപ്പെടുന്ന എന്താ? അൻതൽ ഹഖ് അനൽ ഹഖ് അല്ലെ? അത് പറയാൻ ഞാൻ ദൈവം നീയും ദൈവം, അത് ദിക്റായി ചൊല്ലിയാണ്. എന്നിട്ട് ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ പുക്കള ഇല്ലല്ലാ, ലാ തല ഇല്ലല്ലാ. ഇതൊക്കെ സൂഫിസമാണ്. KVM മന്ദാപുരം എന്ന് പറയുന്ന AP സുന്നിയുടെ കിതാബിൽ അതുണ്ട്. ഞാൻ പറയുന്നത് ദൈവവിശ്വാസത്തിന്റെ കാര്യത്തിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നു ലോകത്തിൽ. അവിടെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, അതായത് ജ്ഞാനം വന്ന് കിട്ടിയാൽ ഇതൊക്കെ മിഥ്യയാണെന്ന് ബോധ്യപ്പെടും എന്നാണ് ഒരു വാദം. ഇത് അനലഹക്ക് അന്തലഹക്ക് എന്ന സൂഫി ചിന്തയിലുള്ളതാണ്. ആ ചിന്തയിൽ പറയുന്നത് എന്താണ്? ഈ ലോകം മിഥ്യയാണ്, ജ്ഞാനം വന്നാൽ അത് മനസ്സിലാവും, ബോധ്യപ്പെടും. ഇപ്പൊ ജ്ഞാനമില്ലായ്മയാണ് പ്രശ്നം. അപ്പൊ ഞാനൊരു യുക്തിയല്ല, ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനും നിങ്ങളും ദൈവാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ബഹുമാനനായ ബാബുവേട്ടോട് പ്രസംഗിച്ച് പറഞ്ഞു, ദൈവം എന്താണ്? സർവജ്ഞനാണ് അല്ലേ, സർവശക്തനാണ്. ഞാൻ ആ വാചകം അങ്ങനെ തന്നെ എഴുതി വെച്ചു. സർവജ്ഞനായ, സർവശക്തനായ, സമ്പൂർണനായ. ആ പദം ഇവിടെ പ്രയോഗിച്ചല്ലോ. സമ്പൂർണനാണ് ദൈവം, മനുഷ്യൻ സമ്പൂർണനാണ്. ബാബുവേട്ടനെ നിന്ന് ഞാൻ വ്യത്യസ്തമായ പോലെ, എന്നിൽ നിന്ന് ബാബുവേട്ടൻ വ്യത്യസ്തമായ പോലെ, നമ്മളിവിടെ ഇരിക്കുന്നവരൊക്കെ അറിവിൽ വ്യത്യസ്തന്മാരാണ്. ഹൈന്ദവ മതത്തെ കുറിച്ച് എന്നേക്കാൾ അറിയുന്നത് അദ്ദേഹത്തിനായിരിക്കും, ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തെക്കാൾ അറിയുന്ന എനിക്ക്. ദൈവത്തെ പറ്റി പറയുന്നത് എന്താണ്? ഇസ്ലാമിൽ ദൈവത്തെ പറ്റി പറയുന്നത് എന്താണ്? സർവജ്ഞൻ, എല്ലാ അറിവിന്റെയും ഉടമ. അവനാണ് ഏറ്റവും ഉന്നതൻ, അവനാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവൻ, സർവജ്ഞാനി. ദൈവത്തിന് മാത്രമുള്ള ക്വാളിഫിക്കേഷൻ. മനുഷ്യനോ? വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന ഖുർആൻ 17:85 പറയും. മനുഷ്യന് കുറച്ച് അറിവേ കൊടുത്തിട്ടുള്ളൂ. അത് നമുക്ക് മനസ്സിലാകുക എപ്പോഴാ? ഓരോരുത്തരുടെ അറിവ് വായിച്ച് മനസ്സിലാക്കുന്നത് മനസ്സിലാകും. ഞാൻ ചോദിക്കുന്നത്, ദൈവമാണ് ഞാനും നിങ്ങളൊന്നും പറഞ്ഞാൽ
ദൈവത്തിന് എന്തൊക്കെ ചാബല്യങ്ങൾ ചാർത്തി കൊടുത്തു നമ്മൾ. ഇസ്ലാമിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ദൈവം ഒരു ന്യൂനതയും ഇല്ലാത്തവരാണ്. അപ്പൊ നമസ്കാരം കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പറയേണ്ട ഒരു വാചകം എന്താ? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു എത്ര പരിശുദ്ധൻ. നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച്, കള്ളുഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ച് അതാടാ ദൈവങ്ങൾ ക്യൂ നിൽക്കുന്ന പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ ഒരംശവും മനുഷ്യനിലില്ല. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസം പോലും അവനാ കൺട്രോൾ ചെയ്യുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ദൈവമാവില്ല. ഇസ്ലാം പറയുന്ന സിട്ടി വേറെ, സിട്ടാവ് വേറെ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാളിങ്ങനെ ഇടവഴിയിലൂടെ കടന്നു പോകുമ്പോ പെട്ടെന്ന് ഇരുട്ടത്ത് കയറ് കണ്ടു പാമ്പാന്ന് വിചാരിച്ചാൽ പേടിച്ചു. ശങ്കരാചാര്യർ പറയുന്നതാണ്, ഞാനല്ല ഇതിനെ കണ്ടിച്ച്, മാധ്വാചാര്യനാണ്. വിശിഷ്ടാദ്വൈതം അവതരിപ്പിച്ച രാമാനുജൻ, ദ്വൈത സിദ്ധാന്തം അവതരിപ്പിച്ച ആളുകൾ വ്യത്യസ്തമായ അല്ലെ അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യരും വിശിഷ്ടാദ്വൈതം രാമാനുജനുമൊക്കെ അവതരിപ്പിച്ചു. മാധ്വാചാര്യൻ, ദ്വൈത സിദ്ധാന്തത്തിന്റെ ആളായി അറിയപ്പെടുന്ന മാധ്വാചാര്യൻ, അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട് ഈ വാദത്തെ. ഏത് വാദത്തെ? അതായത് ഇരുട്ടിലൂടെ ഒരാൾ നടന്നു പോകണം ഇടവഴിയിലൂടെ. അപ്പൊ അവിടെ ഒരു കയറ് കണ്ടപ്പോ പെട്ടെന്ന് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ ഒരാൾ പിറകിലോട്ട് വരുന്നുവെങ്കിൽ കയറിനെ പാമ്പായി, അത് അജ്ഞതയാണ്. അത് കയറാകുന്നു എന്നറിവില്ലായ്മ. അപ്പൊ വെളിച്ചടിച്ചപ്പോ ടോർച്ചടിച്ചാലോ മനസ്സിലായത് കയറാണ്. അതോടുകൂടെ എന്തായി? അജ്ഞത നീങ്ങി, ഇതില്ല എന്ന് മനസ്സിലായി. എന്നാ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അതിന് ആ വാചകം വെച്ചുകൊണ്ട് തന്നെ മാധ്വാചാര്യൻ ഖണ്ഡിക്കുകയാണ് ശങ്കരാചാര്യരെ. ഗുരു വളരെ മനോഹരമായ അദ്ദേഹം ചോദിച്ചു, ഗുരു പാമ്പ് എന്ന യാഥാർത്ഥ്യം ഉള്ളത് കൊണ്ടല്ലേ കയറ് കാണുമ്പോ പാമ്പാന്ന് തോന്നി? അല്ലേ? എന്നെ പോലെ ഒരാള് ഇടവഴിയിലൂടെ നടന്നു പോ, മോനെ മുജാഹിദ് നിന്റെ ഒപ്പം വിളിക്കാം. തിരിഞ്ഞു നോക്കിയപ്പോ ഞാനല്ല, പക്ഷെ എന്റെ അതേ ഫേസ് കട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഒരു ഹോട്ടലിൽ കയറിയപ്പോ ഞങ്ങൾ പോയിട്ട് ബാലുശ്ശേരി എന്ന് ഒറ്റടി നോക്കുമ്പോ ഞാനല്ല, വേറൊരുത്തനാണ്. എന്നെ പോലെ തന്നെ ഉണ്ടത്രേ. ഞാൻ പറയുന്നത് ഞാനെന്ന യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടല്ലേ ബാലുശ്ശേരി എന്ന് അയാൾ തച്ചു. ഞാൻ മിഥ്യയായാൽ ബാലുശ്ശേരി എന്ന് അയാൾ തച്ച മോന്തക്ക് അങ്ങോട്ട് തിരിച്ചിട്ടു. അപ്പൊ എന്താ ഈ പറയുന്നത്? ഞാൻ ചോദിക്കണേ, മതം എന്ന് പറഞ്ഞാൽ തുമ്പില്ലാണ്ടാക്കുന്നതിന്റെ പേരാണോ മതം? ആർക്കും തിരിയരുത്, പ്രസംഗിക്കുന്നവനും തിരിയരുത്, കേൾക്കുന്നവനും തിരിയരുത്, എഴുതുന്നവനും തിരിയരുത്. അങ്ങനെ ആകെ കെട്ടിക്കൊടുക്കൽ അസ്വസ്ഥമാകുന്ന. ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഇപ്പൊ ഒരാൾ എന്നിട്ട് ഞാൻ എത്രയോ സ്വാമിജിമാരോട് ചോദിച്ചിട്ടുണ്ട് എന്താ അതേ വിശ്വാസം? സത്യം. ഇപ്പൊ സുഹൃദാനന്ദ സ്വാമി, ഈ ശിവഗിരി, ഒരുപാട് സ്വാമിജി, എന്താണ് ഇത്ര പ്രയാസം ദൈവവിശ്വാസം വിശദീകരിക്കാൻ? ക്രിസ്തു മതത്തിനുമൊക്കെ എന്തത്ര വലിയ പ്രയാസം? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബാബുവേട്ടനും ഞാനും കൂടി പാടത്ത് വിത്ത് വിതച്ചു. ആ വിത്തിനെ മുളപ്പിക്കുന്നവൻ ആരോ, ആ കതിരിൽ നെൽമണികൾ ഉണ്ടാക്കുന്നവൻ ആരോ, അവൻ അല്ലാഹു, ഈശ്വരൻ, പടച്ചോൻ, ഉടയതമ്പുരാൻ, ലോകത്തിന്റെ നാഥൻ. അവനെ ആരാധിക്കുക. ഇപ്പൊ ഖുർആനിൽ പ്രവാചകന്മാരെയോ ഔലിയാക്കളെയോ ബീവിമാരെയോ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം പുത്തമ്പള്ളി ജാറം ഏറ്റവും കൂടുതൽ കുട്ടികളെ കിട്ടാൻ വേണ്ടി പോകുന്ന സ്ഥലം, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കിട്ടാൻ പോകുന്ന സ്ഥലം. ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത ബൗദ്ധൈവത്വമാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ നരകാവകാശിയായി, സ്വർഗം കിട്ടൂല അവൻ. ഈ വാചകം ഖുർആനിൽ മാത്രമല്ല ഉള്ളത്, ഈ വാചകം ബൈബിളിലുണ്ട്. ബൈബിളിൽ പഠിപ്പിക്കണേ യേശുക്രിസ്തു എന്താ പഠിപ്പിച്ചത്? അതല്ല ഇന്നത്തെ ക്രിസ്തു. ഞാൻ പറയാം, യേശുക്രിസ്തു 8-ാം നാൾ പരിച്ഛേദനമേറ്റു എന്ന് ക്രിസ്തു മതം പറയുന്നു, ബൈബിൾ പറയുന്നു. അബ്രഹാം പ്രവാചകനും മോസസ് പ്രവാചകനും ഒക്കെ ചേലാക്രമം ചെയ്തു എന്ന് പറയുന്നു. ചേലാക്രമം ചെയ്യാത്തവൻ ആരാധനാലയത്തിൽ പ്രവേശിക്കരുത് എന്ന് ബൈബിൾ പറയുന്നു. ഇന്ന് ചേലാക്രമം ചെയ്യാത്തോല ചർച്ചിൽ. കാരണം അതിനൊരു പ്രധാന കാരണമുണ്ട്. അതെന്താ? സെന്റ് പോൾ, യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ശത്രുവായ സെന്റ് പോൾ പറഞ്ഞു ചേലാകർമ്മം ചെയ്യേണ്ടതില്ല. അപ്പൊ ക്രിസ്ത്യാനികൾ അംഗീകരിച്ചതാരെയാ? യേശുക്രിസ്തുവിനെയല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യത് പുരാണത്തിൽ പറഞ്ഞല്ലോ, ലിംഗഛേദശിഖാഹീന. മുസ്ലിങ്ങളുടെ പ്രത്യേകത എന്താ? അവർ ചേലാകർമ്മം ചെയ്യും, അവർ മുടി വളർത്തും, അവർ കുടുംബ വെക്കുകയില്ല, അവർ മീശ വെട്ടും, താടി വളർത്തും, വാങ്ക് കൊടുക്കും. എവിടെ? കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യത് പുരാണത്തിൽ. അപ്പൊ മുസ്ലിമിന്റെ ഐഡന്റിറ്റി ആ താടി, അല്ലാതെ ഭീകരതയുടെ ഐഡന്റിറ്റി അല്ല, തീവ്രതയുടെ ഐഡന്റിറ്റി അല്ല, കൊല്ലാക്കൊല നടത്തുന്നതിന്റെ പേരല്ല താടി കേട്ടോ. എത്ര സഹസ്രാബ്ദങ്ങൾക്ക് പുറത്താണ് പറയുന്നത്. മുസ്ലിങ്ങളുടെ അടയാളം തന്നെ താടിയെ. ബൈബിളിലതാ താടി പഠിച്ചവനൊരു ഗ്രാമത്തിൽ പ്രവേശനം തന്നെ ഇല്ല.
ഡേവിഡ് പ്രവാചകന്റെ ഭരണകാലഘട്ടത്തിൽ സംഖ്യാപുസ്തകം പരിശോധിച്ചോ, ലേവ്യ പുസ്തകം പരിശോധിച്ചോ, താടിയുടെ അഗ്രഭാഗം കത്രി കൊണ്ട് പോലും കട്ട് ചെയ്യരുത് എന്ന് ബൈബിള് പറയുന്നു. രവീന്ദ്രനാഥ ടാഗോറിന്റെ താടി, ഗുരു നിത്യചൈതന്യയുടെ താടി, ചട്ടമ്പി സ്വാമികളുടെ താടി, കാർൽ മാക്സിന്റെ താടി എല്ലാം നീണ്ട് മനോഹരമാണ്. അതൊക്കെ വേദത്തിൽ പഠിപ്പിക്കപ്പെട്ടതാണ്, അല്ലാതെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിൻ്റെതല്ലാതെ. ഇനി യേശുക്രിസ്തു പഠിപ്പിച്ചത് എന്താ? യേശുക്രിസ്തു ഏകദൈവാരാധനയുടെ കാര്യം യേശുക്രിസ്തു പറഞ്ഞു എന്ന് ഉറപ്പുള്ള കാര്യം ബൈബിൾ എന്നാ പറയുന്നത്. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം സോളിഡ് എവിഡൻസാ പറയുന്നത്. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ൽ പറയുന്നത് എന്താ? യേശുക്രിസ്തുവിനോട് ചോദിച്ച ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന യേശുക്രിസ്തു പറഞ്ഞു? അല്ല, യേശുക്രിസ്തു പറഞ്ഞെന്തറിയോ? ഇസ്രായേലേ കേൾക്ക. വാചകൻ ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ഉണ്ടോ? നമ്മുടെ ദൈവം. ഞാൻ ദൈവമെന്നല്ല, എന്റെയും നിങ്ങളുടെയും ഒക്കെ ദൈവം ഏകൻ. ഏകൻ. എന്നിട്ട് പറയുന്ന വാക്കോ, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. അവനെ, അവരെ എന്നല്ല, സിംഗുലറാണ്, പ്ലൂറൽ അല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നല്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വചനം, ആ വചനത്തിൽ എന്താ ഉള്ളത്? കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവർ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എത്ര കൃത്യമാണ്! ഞാനേ കൊച്ചിയിലെ ഒരു പള്ളിയിൽ, അഥവാ എറണാകുളത്തെ ഒരു പള്ളിയിൽ, ചർച്ചിൽ പള്ളിയിലച്ഛനുമായി സംസാരിച്ച പറഞ്ഞോ, യേശുക്രിസ്തുവിന്റെ പ്രതിമയുടെ ചുവട്ടിൽ ബൈബിള് വെച്ചത് ബൈബിളിനെതിരാകുന്നു. അച്ഛൻ ആശ്ചര്യത്തോട് കൂടി ചായ എന്താടാ അങ്ങനെയെന്ന് ചോദിച്ചു. കുറച്ച് പ്രായമുള്ളതായ ഞാൻ പറഞ്ഞു, ബൈബിള് പറയേണ്ട യേശുക്രിസ്തുവിന്റെ പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല, അതാ കന്യാമറിയമിന്റെ പ്രതിമ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ബൈബിള് പറയുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതെവിടെ? യോഹന്നാൻ സുവിശേഷം എടുത്തോളൂ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം എടുത്തോളൂ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം എന്താ? ഉറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന്. ഞാൻ നിങ്ങളുമായി സംസാരിച്ചപ്പോ നിങ്ങൾ എന്റെ രൂപം കണ്ടില്ലല്ലോ, അതുകൊണ്ട് ആണിന്റെയും പെണ്ണിന്റെയും രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. മനസ്സിലായില്ലേ? ഭൂമിയിലെ ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത്. അരുത്, അരുത്, അരുത്. ബിംബാരാധനക്ക് ശിക്ഷ ബൈബിളിലെ സബഡിങ്ങ തീർന്നില്ല. പുറപ്പാട് 20-ാം അധ്യായം 1 മുതൽ 6 വരെ ഉള്ള വചനം, മിസ്രയീം ദേശത്തു നിന്നും അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ സ്വർഗത്തിലുള്ളതിന്റെയോ താഴെ ഭൂമിയിലുള്ളതിന്റെയോ വെള്ളത്തിനടിയിലുള്ളതിന്റെയോ ഒന്നിന്റെയും പ്രതിമ അരുത്. അവക്ക് മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കരുത്. എന്ത് സംഭവിച്ചു നമുക്ക്? ഈ ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ഹൈന്ദവ സഹോദരൻ ക്രിസ്ത്യാനികളുടെ എല്ലാ ദൈവങ്ങളെയും ഉണ്ടാക്കി വെച്ചു, ശിവനെയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ചാനലുകളിൽ അത് മതസൗഹാർദ്ദ സമ്മേളനമായി പ്രഖ്യാപിച്ചു. അവിടെ ഒരു കാര്യമല്ല, ഇസ്ലാമില്ല. എന്താണ് കാരണം? അതായത് യേശുക്രിസ്തുവിന്റെ പ്രതിമണ്ട്, ഇസ്ലാമിനൊരു പ്രതിമല്ല. എന്തേ കൂട്ടരെ? ലോകത്തെ സകല വേദങ്ങളും പ്രതിമയെ എതിർത്തു. ഞാനതാ പറയുന്നു, ലോകത്തിൽ പ്രതിമ ഉണ്ടാകുമെന്നറിയോ? വർഗീയ കലാപം ഉണ്ടാവും, അടിയുണ്ടാവും, തല്ലുണ്ടാവും, കമ്മ്യൂണൽ റയോട്ട് ഉണ്ടാവും. ബാബരി മസ്ജിദിന്റെ ഏറ്റവും വലിയ നൊമ്പരെന്താ? ബാബരി മസ്ജിദിൽ ഒരു സ്വാമിജിയുടെ നേതൃത്വത്തിൽ ഒരു ബിംബത്തെ മാറോട് ചേർത്ത് പിടിച്ച് അവിടുത്തെ മുഅദ്ദിനെ അടിച്ചോടിച്ച് രാമപ്രതിമ ചാർത്തിയതാണ് ലോകത്ത് ബാബരി മസ്ജിദ് ഇഷ്യൂസ് ആകാൻ. അത് ഹിന്ദുമതം പഠിപ്പിച്ചല്ല. ഞാൻ ഉദാഹരണം പറയാം. നിങ്ങൾക്കറിയുമോ, ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ കൂടെ 6-ാം ക്ലാസ്സിൽ പഠിച്ച രാകേഷ് പട്ടാളത്തിലായിരുന്നു. ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം രാകേഷിനെ കണ്ടു, യാദർശികമായി കണ്ടിട്ട് രാകേഷ് എന്നെ വീട്ടിൽ ക്ഷണിച്ചു. ഞാൻ അങ്ങനെ ചെന്നപ്പോൾ രാകേഷ് എൻ്റെ വീട്ടിൽ വേദഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അവൻ്റെ അച്ഛൻ അത്യാവശ്യം പഠിച്ച ഒരാളാണ്. അപ്പം ഞാൻ അവിടെ നോക്കിയപ്പോൾ യജുർവേദമുണ്ട്, യജുർവേദമുണ്ട്, ഇങ്ങനെ വേദങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, രാകേഷ് ആ യജുർവേദം ഒന്ന് എടുക്കാമോ? രാകേഷ് ചോദിച്ചടാ, പൂച്ചക്ക് എന്തിനാടാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? നീ മാപ്പിളയിലടാ, എന്തിനാ നിനക്ക് ഞങ്ങളുടെ യജുർവേദം? നീ എടുക്ക്. യജുർവേദം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു 32-ാം അധ്യായം എടുക്ക്. 32-ാം അധ്യായം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു 3-ാമത്തെ ശ്ലോകം വായിക്കും.
വേദം അവിടെ അവരെനിക്ക് വായിച്ചു തന്നു. ദൈവത്തിന് പ്രതിമകളില്ല, പ്രതിമ പാടില്ലാത്ത ലോകത്തിന്റെ നായകനെ ആരാധിക്കാൻ അവിടെ പഠിപ്പിച്ചു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ആ കാണുന്നത് എന്താ? അത് പൂജാമുറി. ശരി, പൂജാമുറിയിലുള്ളത് എന്താ? പ്രതിമ. യജുർവേദത്തിനെതിരാണോ അത്? അതെ. എങ്കിൽ അത് ഒഴിവാക്കേണ്ടതില്ലേ? ഉണ്ട്. നീ ഹിന്ദു എന്ന് പറയുന്നു, നീ വേദാന്തി എന്ന് പറയുന്നു, നീ സനാതന ധർമ്മത്തിന്റെ ആളെന്ന് പറയുന്നു, വേദത്തിനെതിരായ ഒരു കാര്യം നീ ചെയ്യുന്നു, ഇത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. ഇപ്പതാ നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ചെറിയഴീക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ആ കേസിട്ട് ഒരു പക്ഷെ ഇവിടെ കിട്ടും, അവിടെ പങ്കെടുത്ത അമൃതാനന്ദമയി സമിതിയിലെ പ്രഗത്ഭനായ സ്വാമിജിയെ അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ എന്റെ പ്രസംഗത്തിന് ശേഷം സ്നേഹത്തോടെ തടുത്തു നിർത്തി ചോദിച്ചു, സ്വാമിജി, ഹിന്ദു മതത്തിൽ ബിംബാരാധനയില്ലെന്ന ബാലുശ്ശേരിയുടെ സമർത്ഥനം സത്യസന്ധമാണോ, ശരിയാണോ, അദ്ദേഹം വെറുതെ പറഞ്ഞതാണോ എന്ന് ആത്മാർത്ഥമായി അവിടുത്തെ കുട്ടികൾ ചോദിച്ചു. സ്വാമിജിക്ക് പറയേണ്ടി വന്നു, ബാലുശ്ശേരി പറഞ്ഞതാണ് ആധാരം. ബിംബാരാധന ഹിന്ദു മതത്തിലില്ല, അത് കോൺസെൻട്രേഷൻ, ഏകാഗ്രതയ്ക്ക് വേണ്ടി പിന്നീട് ഉണ്ടായതാണ് എന്ന് സ്വാമിജി സമ്മതിക്കുന്നു. എങ്കിലും ഞാൻ ചോദിക്കുന്നു, എന്റെ ബാബുവേട്ടനും എനിക്കും ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും പ്രതിമകളില്ലാത്ത പടച്ചോനെ വിളിച്ചാൽ ഇവിടെ എന്താ കുഴപ്പം? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ആ പടച്ചോനെ വിളിച്ചാൽ എന്താ കുഴപ്പം? കല്ലും മുള്ളും മരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും മാലാകമാരും ജിന്നുമാരും അമ്പിയാക്കളും ഔലിയാക്കളും ബീവിമാരും മനുഷ്യരും ആരാധിക്കപ്പെടാതെ ലോകത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന മഹനീയമായ ഒരു സ്ഥിതിവിശേഷം എന്തുകൊണ്ട് ലോകത്തുണ്ടായിക്കൂടാ? ഇതാണ് ഇസ്ലാം ലോകത്തിന് മുമ്പിൽ പഠിപ്പിച്ച ഏറ്റവും കാതലായ വശങ്ങളിൽ ഒന്ന്. ഇപ്പൊ നിങ്ങൾ നോക്ക്, BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, 4 ആള് കൊല്ലപ്പെട്ടു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ തകർക്കപ്പെട്ടിട്ട് ഒരു ഈച്ച കൊല്ലപ്പെട്ടു ലോകത്ത്? ഒരു ഈച്ച ഇല്ല. മുഹമ്മദ് നബി, നിങ്ങൾ നോക്ക്, ഈ പുസ്തകത്തിൽ സ്വാമിജിയൊക്കെ തെറ്റിദ്ധരിച്ചത്, അതായത് നിലവിളക്ക്, കുരിശ്, ചന്ദ്രക്കല 3 പ്രബല മതങ്ങളുടെ ചിഹ്നങ്ങളായി അതിനെ ആരും നിന്ദിക്കരുത്. ഞാൻ അന്ന് തന്നെ സ്വാമിജിയോട് ആശ്രമത്തിൽ വെച്ചത് വാങ്ങുമെന്ന് തന്നെ പറഞ്ഞു, സ്വാമിജി, ചന്ദ്രക്കല കൂട്ടി വായിക്കാൻ ഒരിക്കലും പാടില്ല. ചന്ദ്രക്കല ഇസ്ലാമിന്റെ ചിഹ്നമല്ല. ചന്ദ്രക്കല ഇസ്ലാമിന്റെ ചിഹ്നമല്ല, ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. അത് ഇസ്ലാമിന്റെ ചിഹ്നമേ അല്ല. ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു ചിഹ്നം, ഇസ്ലാമിൽ ഒരുപാട് ആദരിക്കപ്പെടേണ്ട ചിഹ്നങ്ങൾ വേറെയും അതല്ല. അതുകൊണ്ട് ചന്ദ്രക്കല ഇസ്ലാമിന്റെ ഭാഗമോ ആരാധനയുടെ ഭാഗമോ അല്ലേ അല്ല. അത് തീർത്തു പറയാൻ എനിക്ക് ആധികാരികമായി കഴിയും. മനസ്സിലായോ? പ്രവാചകൻ അങ്ങനെ ഒരു ചിഹ്നവും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ബസ്സിലെ മാനവ മൈത്രിയുടെ മെസ്സേജ് ആയി ചില്ലിന്റെ കൂട്ടിൽ പടച്ചോമാരെ കാണാം. എല്ലാവരൊക്കെ ഉണ്ടാവും. ഹൈന്ദവ സമൂഹത്തിൽ അവരാരാധിക്കുന്ന അവരുടെ ബഹുമാനപ്പെട്ട ആരാധ്യന്മാരുണ്ടാവും, ക്രൈസ്തവരുണ്ടാവും. മുസ്ലിങ്ങളോ ആരാധ്യന്മാരാരും ഒരു പള്ളിന്റെ രൂപം. എന്തേ അങ്ങനെ കൂട്ടരെ? ഈ അള്ളാഹുവിന്റെ മതം പടച്ചോനെ മാത്രം ആരാധിക്കാൻ പഠിപ്പിച്ചു. വേദഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചത് ദൈവേതരരെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്ത് പോകുന്നാണ്. അന്തം തമഹ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകമാണ്. അതിൽ പറയുന്നത്, ദൈവേതരരെ ആരാധിച്ചാൽ, ദൈവേതര ശക്തികളെ, ദൈവത്തിന്റെ സൃഷ്ടികളെ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിന്റെ അഗ്നിനാളങ്ങളിൽ പതിക്കുന്നു എന്ന വേദം പറഞ്ഞു. അപ്പൊ ആരെ ആരാധിക്കേണ്ടത്? ലോകത്തെ 714 കോടി മനുഷ്യരും ആരാധിക്കേണ്ടത് ലോകത്തിന്റെ നാഥനെയാകുന്നു എന്നതാണ് എല്ലാ മതഗ്രന്ഥങ്ങളുടെയും ആശയം എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ള പ്രധാനമായ കാര്യം, സുഹൃത്തുക്കളെ. അപ്പൊ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് 4ാമതൊരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. സഹോദരങ്ങളെ, ഇസ്ലാം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ പറ്റി ഗൗരവമായി പഠിപ്പിക്കണം. മരണത്തിന് ശേഷം ഈ മനുഷ്യൻ മനുഷ്യരായി തന്നെ, ഞാനും നിങ്ങളുമൊക്കെ എന്താണോ അത്, ഞാൻ മുജാഹിദ് എന്ന പേരിൽ, ബാബുവേട്ടൻ എന്ന പേരിൽ, സുരേഷ് എന്ന പേരിൽ, എല്ലാവരും ഓരോരുത്തരും എന്താണോ അവരവരുടെ പേരിൽ പ്രപഞ്ചനാഥന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നെല്ലാ മതഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായി പറയും. ഖുർആൻ 2000-ഓളം വരുന്ന വചനങ്ങളിൽ ആ കാര്യം അരക്കെട്ടുറപ്പിച്ച് പറയുകയാണ്. എന്ത്?
ഉയർത്തെഴുന്നേൽപ്പ് പുനർജന്മമല്ല. പുനർജന്മം ശാസ്ത്രീയമായും മാനവികമായും പ്രമാണപരമായും തെളിയിക്കാൻ കഴിയാത്ത കാര്യമാണ്. മറിച്ച് ഊഹം മാത്രമാണ്. അവലം ഒരു നായകൻ ഓടിപ്പോകുമ്പോ മുൻജന്മത്തിലെ ഒരു ദ്രാവിഡനാകും എന്ന് പറയാൻ ഒരു മാനദണ്ഡവും തെളിവുമില്ല. അതുകൊണ്ടാ ഇസ്ലാം പറഞ്ഞത് വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങളുടെ മാതാവ് നിങ്ങളെ പ്രസവിച്ച പോലെ നിങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് പറയുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് മനുഷ്യരെല്ലാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അണുമണി തൂക്കം നന്മ ആര് ചെയ്താലും അത് നന്മയായി സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. പിന്നെ ഇന്ത്യയിൽ കാശ്മീർ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് 18 പേരെ കോടതി നിരീക്ഷിക്കുകയും 5 പേരെ നിരപരാധികളാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യും. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നിരപരാധികളാകുന്നതുവരെ ഭീകരവാദികളും തീവ്രവാദികളുമായവരെ ചിത്രീകരിക്കപ്പെടും. അവരുടെ മക്കളെ തീവ്രവാദികളുടെ മക്കളായി ചിത്രീകരിക്കപ്പെടും. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൗലികത പലപ്പോഴും ഇവിടെ കത്തിവെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരാ മഹാത്മാഗാന്ധിയെ കൊന്നത്? ആരാ ഇന്ദിരാഗാന്ധിയെ കൊന്നത്? ആരാ രാജീവ് ഗാന്ധിയെ കൊന്നത്? ഇന്ത്യയിൽ അറിയപ്പെട്ട വർഗീയ ലഹളകൾക്ക് നേതൃത്വം കൊടുത്തവരാരാ? ആരാ? അവരുടെ നാമം എന്താ? പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ മുസ്ലിങ്ങളുടെ പേര് കാണാം. 5 കൊല്ലം കഴിഞ്ഞാൽ അവരല്ല, അത് ഇന്ന ആളുകളായിരുന്നു പിന്നെ കാണാം. അപ്പോഴേക്ക് മുസ്ലിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ആദ്യത്തെ പത്രത്തിൽ മുസ്ലിങ്ങളുടെ പേരിങ്ങനെ കാണും. പിന്നെ 5-8 കൊല്ലം 9 കൊല്ലം കഴിഞ്ഞ 9 കൊല്ലം ജയിലിട്ട് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ പറയും അവര് കുറ്റക്കാരല്ല, വേറെ ചിലരായിരുന്നു എന്ന് തെളിയിക്കും. ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടത് എങ്ങനെ? അങ്ങനെ ഒരു കലാപമുണ്ടാക്കിയത് ആര്? അതെ, ഇറാഖിലും ചെച്നിയയിലും കോസറോവയിലും ലബനാനിലും ഗോസായിലും പാകിസ്ഥാന്റെ മലമടക്കുകളിലും അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിലും ആരാ കിരാതമായ നടപടികൾ ഉണ്ടാക്കിയത്? ഓഗസ്റ്റ് മാസം നമ്മളോട് ഇവിടെ പറഞ്ഞു. ഓഗസ്റ്റ് മാസം 6, 9 തീയതികൾ ലോക ചരിത്രത്തിൽ മറക്കാൻ കഴിയുമോ? ബുദ്ധ ഭിക്ഷുക്കൾ ജീവിച്ച ഹിരോഷിമയിലും നാഗസാക്കിയിലും 3 ലക്ഷത്തോളം ആളുണ്ടായിരുന്നിടത്ത് അത് 2 ലക്ഷം നിഷ്കാസിതമായത് ട്രൂമാൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ കെയറോഫിൽ ജൂതനായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കണ്ടെത്തലുകൾ കാരണം ആറ്റം ബോംബ് കൊണ്ടുപോയി തുപ്പിയത് ആരാ? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഭീകരവാദത്തിന്റെ ചാപ്പകുത്തി ആളുകളെ മൂലക്കിരുത്തിയപ്പോ ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് ജീവഹാനി ഉണ്ടായി, മാനഹാനി ഉണ്ടായി. പലപ്പോഴും പഠിപ്പിക്കപ്പെട്ട തത്വങ്ങൾ അനുസരിച്ച് പിന്നീട് നോക്കുമ്പോ അവരൊക്കെ നിരപരാധികളായി ചിത്രീകരിക്കപ്പെട്ടു. തീവ്രവാദം ഇസ്ലാം ഒരു നിലക്കും അംഗീകരിച്ചിട്ടില്ല. മുസ്ലിങ്ങളുടെ ഞാൻ കണ്ണൂർ സിറ്റിയിൽ ആണ് ഖുതുബ നടത്തുന്നത് പള്ളിയിൽ എന്ന് പറഞ്ഞാൽ സഫാസും അവിടെ തയ്യിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പ്രസംഗിച്ചത്. തയ്യിൽ എന്ന് പറഞ്ഞാൽ തടിയന്റെ വിട നസീർ എന്ന മെലിഞ്ഞ നസീറിന്റെ നാട്ടിൽ കേട്ടോ. തടിയന്റെ വിട ഒരാളായിരിക്കില്ല. തടിയന്റെ വിട മെലിഞ്ഞ നസീർ. ആ നസീറിന് ഉമ്മാക്ക് വേണ്ട, ബാപ്പാക്ക് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട. ആ കൂട്ടത്തിൽ പെട്ട ഒരെണ്ണം ബാപ്പാർക്കും ഉമ്മാർക്കും സ്വീകാര്യമല്ല. അതാണ് ഏറ്റവും രസം. ആ 13 അല്ല ഇസ്ലാം. ആ 13 അല്ല ഇസ്ലാം. നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ആ 13 അല്ല ഇസ്ലാം. ആ 13 അല്ല മുസ്ലിം. അത് വളരെ 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 ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും സഹോദരങ്ങളെ. അതുകൊണ്ട് ഇസ്ലാം അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന കൊലയാളിയെ പോലെയാണ്. എന്നാൽ തൽമൂദ് ജൂതഗ്രന്ഥം അതിൽ പറയുന്നത് അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ സകല ജൂതന്മാരെയും കൊന്നവനെ പോലെ കണ്ടോ. അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ എന്നാൽ ഖുർആൻ പറയുന്നതോ, ഖുർആൻ 5-ാം അധ്യായം 32-ാമത്തെ അകാരണമായ ഒരു മനുഷ്യൻ കണ്ടോ. ജൂതൻ എന്ന വർഗീയതയിൽ നിന്ന് മനുഷ്യൻ എന്ന വിശാലമായ ലോകത്തെ ഇസ്ലാം മാനവതയെ ഉയർത്തി. അകാരണമായ ആരും കൊല്ലപ്പെട്ടുകൂടാ. കോൺഗ്രസ്സുകാരൻ, CPM-കാരൻ, ലീഗുകാരൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരൻ, RSS-കാരൻ, ഒരു മുസ്ലിമും അമുസ്ലിമും
അകാരണമായി കൊല ചെയ്യപ്പെട്ടുകൂടാ. നമ്മുടെ മണ്ണുകളിൽ കൊല ചെയ്യപ്പെട്ടവരും അതിന് വിധേയമായവരും നിരപരാധികളാണെങ്കിൽ തീർച്ചയായും പടച്ച തമ്പുരാൻ നമ്മളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ സമാധാന ചിത്തമായി ജീവിക്കുന്നവർക്കെതിരെ ബോംബിടുന്നവരോട്, വർഗീയ കലാപം നയിക്കുന്നവരോട് അത് ഇസ്ലാം അല്ല എന്ന് മനസ്സിലാക്കണം. നബിയെ ആട്ടിയോടിച്ച, നബിയെ ഏറെ പീഡിപ്പിച്ച ആളുകൾ, ഷൈബ് അബി ത്വാലിബ് മലയിൽ നബിയെ കൊണ്ടുപോയി ഘരാവോ ചെയ്ത ആളുകൾ, ആ ആളുകൾക്ക് അവര് പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് മാപ്പ് കൊടുക്കുകയായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഗൗരവമായ ഒരു പഠനം മതരംഗത്ത് സജീവമായി ഉണ്ടാകണം. ഇസ്ലാമിന്റെ പേരിലോ ഖുർആനിന്റെ പേരിലോ ഒരു തീവ്രവാദം ഉണ്ടാവില്ല. അതിനെ ദുർവ്യാഖ്യാനിച്ചാലല്ലാതെ. ബദറും ഉഹുദും ഖന്തക്കും ഹുനൈനും ഖൈബറും ഖാദിസിയയും ഇസ്ലാം സമാധാനത്തിന് വേണ്ടി മാത്രമാണ്, ആദർശത്തിന്റെ പോരാട്ടത്തിന് വേണ്ടി മാത്രമാണ് ഇസ്ലാം അത് വെച്ചത് എന്നറിയണം. നമ്മുടെ നാട്ടിലെ ഹൈന്ദവരോട്, ക്രൈസ്തവരോട് ഇസ്ലാമിന്റെ നിലപാട് എന്താ? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിലെ 60-ാം അധ്യായം 8-ാമത്തെ വചനമാണ്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. അമുസ്ലിങ്ങളുമായി കേട്ടോളൂ എല്ലാരും, നിങ്ങളുമായി മൈത്രി ബന്ധത്തിൽ ഏർപ്പെടുന്ന, നിങ്ങളോട് മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത അമുസ്ലിങ്ങളോട് അവരാരായാലും അൻതബറൂഹും, അവരോട് നിങ്ങൾ പുണ്യം ചെയ്യണം, അവരോട് നിങ്ങൾ നീതി പാലിക്കണം, അവരോട് നിങ്ങൾ സ്നേഹത്തിൽ കഴിയണം എന്നേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. അല്ലാതെ ഖുർആനിലെ 9-ാം അധ്യായം 6-ാമത്തെ വചനം എന്താ അറിയോ? മസ്ജിദുൽ ഹറമിൽ അമുസ്ലിങ്ങൾ വരികയും അവർക്ക് മതം പഠിക്കണമെന്ന് ആഗ്രഹം പറയുകയും ചെയ്താൽ അവിടെ വെച്ചവർക്ക് മതം പഠിപ്പിച്ച് സുരക്ഷിതരായി അവരെ ആരും ആക്രമിക്കാത്ത വിധം അവരുടെ വീടുകളിൽ കൊണ്ടുപോയാക്കണമെന്നാണ്. അമുസ്ലിമിനെ കണ്ടിടത്ത് വെച്ച് കൊല്ലുക എന്നത് ഇസ്ലാമിൻ്റെതല്ല. ഇസ്ലാമിന്റെ ഉള്ളിൽ കയറി ഇസ്ലാമിനെ ചീത്തപ്പേര് കൽപ്പിക്കാൻ ചില കുൽസിതമായ ശ്രമങ്ങൾ. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിലെ ഒരു ക്യാമ്പ് പിടിക്കപ്പെട്ടപ്പോൾ സഹോദരങ്ങളെ, ആ ക്യാമ്പിൽ ഒരാൾ കൃത്രിമമായി താടി വെച്ചിരിക്കുന്നു, തൊപ്പി ധരിച്ചിരിക്കുന്നു. ഇസ്ലാമിന്റെ മുഖച്ഛായക്ക് വിള്ളലേൽക്കാൻ ലോക മീഡിയകൾ, ലോകത്തുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ, സാമ്രാജ്യത്വ ശക്തികൾ ഇസ്ലാം നിലനിന്നാൽ സകല ഉച്ചനീചത്വങ്ങൾക്കെതിരെയും കച്ചടവത്തിന്റെ നേരും നെറിയും പഠിപ്പിച്ച ഈ മതം നിലവിൽ വന്നാൽ ലോകത്ത് അവർക്കാർക്കും ചൂഷണം ചെയ്യാൻ കഴിയില്ല. ചൂഷണം ചെയ്യാൻ കഴിയാത്ത പടച്ചോന്റെ മതം ലോകത്ത് നിലനിൽക്കാൻ പാടില്ല എന്നതാണ് അവരുടെ പ്രചരണത്തിന്റെ ആകത്തുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വളരെ ഗൗരവമായി മതത്തെക്കുറിച്ച്, പ്രമാണങ്ങളെക്കുറിച്ച്, ഏകദൈവത്തെക്കുറിച്ച്, ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ പോരായ്മകളെ കുറിച്ച്, മഹാനേതാക്കന്മാർ വരെ അതിൽ ശീലിച്ച ശൈലികളെ കുറിച്ച് പഠിച്ചിട്ട് ദൈവീക മതം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യ സമുദായം ഒരേക സമുദായമായിരുന്നു. ആ ഏക സമുദായം, ആ ഒറ്റ സമുദായം, ആ സമുദായം ലോകത്ത് ഒന്നിച്ചു ജീവിച്ചു. പിന്നീട് അവർക്കിടയിൽ അനൈക്യങ്ങൾ ഉണ്ടായി. അവർ സൃഷ്ടിപൂജകരായി, അവർ സൃഷ്ടികളെ ആരാധിക്കാൻ തുടങ്ങി. അവർ മഹാന്മാരിൽ നേരത്തെ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ ദിവ്യത്വം ആരോപിച്ച് അവർ കാണിച്ച ചില അത്ഭുതങ്ങൾ കണ്ട് അവരെ ദൈവമായി പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ തുടങ്ങി. ഈ ചരിത്രമാണ് ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച സമയം അതിക്രമിച്ചു പോയി, ഞാൻ അറിഞ്ഞില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ പെർമിഷൻ സമയം അവസാനിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാനനായ ബാബേട്ടനെ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ടും പെർമിഷന്റെ സമയം കഴിഞ്ഞതുകൊണ്ടും ഏത് കാലഘട്ടത്തിലും പെർമിഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടും ഇന്ന് തൽക്കാലമായി അദ്ദേഹത്തിന് അവസരമില്ലാതെ പോയി എന്നതിൽ ഞാൻ വളരെ ദുഃഖിക്കുകയാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഇതുപോലെ ചർച്ച ഉണ്ടാക്കുകയും വ്യത്യസ്തമായ മതസമൂഹങ്ങളെ കുറിച്ചുള്ള സ്നേഹ സംവാദങ്ങൾ സംഘടിപ്പിക്കുകയും അവിടെ ചോദ്യവും മറുപടിയും ഖണ്ഡനവും മണ്ഡനവുമായി ഒരു വേദി നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുമെങ്കിൽ എത്രയോ ശ്ലാഘനീയമാണ്.
അന്ന് ബാബുഹേട്ടെ വിളിക്കണം, അല്ലെങ്കിൽ തിരിച്ചു വേറൊരു ടീം ഉണ്ടാക്കിയാൽ ഞങ്ങളും വരും. നമുക്ക് സംവദിക്കാം, സ്നേഹത്തിൽ മുന്നേറാം, ഒരച്ഛന്റെ അമ്മയുടെ മക്കളെ പോലെ ജീവിക്കാം, ഒരു ദൈവത്തിന്റെ അടിമകളായി ഏകോദര സഹോദരങ്ങളായി ജീവിച്ചു മരിക്കാനാണ് മതം മനുഷ്യരെ പഠിപ്പിച്ചത് എന്നതുകൊണ്ട് ആ പോയിന്റുകൾ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തക്കും പഠനങ്ങൾക്കും മനനങ്ങൾക്കും ചർച്ചകൾക്കും തുടർന്ന് വരുന്ന ആശയപരമായ നാട്ടിലെ ഇതര മതസമൂഹങ്ങളുമായുള്ള സൗഹൃദ സ്നേഹ സംഭാഷണങ്ങൾക്കും ഈ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിനെ ആദ്യാന്തം ശ്രദ്ധിച്ച് ഇവിടെ ഇരുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സദസ്സിലും വേദിയിലും ഇതിരുന്ന് കേട്ട എല്ലാ ബഹുമാന വ്യക്തിത്വങ്ങൾക്കും അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാലാവസ്ഥയെ അനുകൂലമാക്കി തന്ന മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് അല്ലാഹ് ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നല്ലതിനു വേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ ഈ സംഗമം. ഏതാദർശം സ്വീകരിക്കുമ്പോഴും മറ്റുള്ളവനെ ആദരിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.